കോൺഗ്രസ് സൈബർ സംഘം ഗുണ്ടകളെ പോലെ പെരുമാറുകയാണെന്ന് കെ ശൈലജ. ഓണമില്ലാത്തിടത്ത് മറ്റാഘോഷങ്ങൾക്ക് ബോണസ് കൊടുത്തുകൂടെ എന്നാണ് താൻ ഉദ്ദേശിച്ചത്. ഇതിനെതിരെ വലിയ ആക്രമണമാണ് നടക്കുന്നത്. സൈബർ സംഘത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസിലെ ചെറുപ്പക്കാരായ എംഎൽഎമാരാണ്. UPA കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി വാദിച്ചവരാണ് ഇടതുപക്ഷമെന്നും ശൈലജ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംവദിക്കുന്ന ശൈലജയുടെ വീഡിയോയ്ക്കെതിരെ വലിയ ട്രോളുകൾ വരുന്നതിനിടെയാണ് ഈ പ്രതികരണം. ഞാൻ ഈ തൊഴിലാളികളോട് പറഞ്ഞു, കേരളത്തിൽ ഓണത്തിന് 1000 ഉറുപ്പിക ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഓണം ഇല്ലാത്ത സ്ഥലത്ത് ഓണത്തിന് കൊടുക്കണ്ട, അവിടെ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. എന്തെല്ലാം ഉത്തരേന്ത്യയിൽ ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലവൻസോ ആനുകൂല്യമോ കൊടുക്കുന്നുണ്ടോ? കേരളത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ 1000 ഉറുപ്പിക നമ്മുടെ ഖജനാവിൽ നിന്ന് ചിലവാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. ആ പറഞ്ഞതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇവർക്കൊരു സൈബർ സംഘം ഉണ്ടല്ലോ, ഞാനവർ എന്താ പറയേണ്ടത്, ഒരു ഗുണ്ടാ സംഘം പോലെ പ്രവർത്തിക്കുക. എന്ത് വൃത്തികെട്ട ഭാഷയിലാണ് കമൻസ് ഇടുന്നത്. പക്ഷെ അവർ കാണേണ്ടത്, അവർ ആ കമൻസ് ഇട്ടതോടുകൂടി ഈ പ്രശ്നം വലിയ ചർച്ചാ വിഷയമായി. ഒന്നുകൂടി ആളുകൾ ഓർമ്മിച്ചു. ഇടതുപക്ഷം പിന്തുണ നൽകുമ്പോഴാണ് ഈ സോഷ്യൽ റിഫോംസിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ. അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിട്ടില്ലേ? അതിനു മുമ്പ് എത്ര തവണ 4-3 ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. എന്തേ തോന്നാഞ്ഞു? ഇത് ഈ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ഈ നിയമങ്ങൾ അവതരിപ്പിക്കാൻ ഇടയായിട്ടുള്ളത്. ഞങ്ങൾ എത്ര ഉണ്ട് അവിടെ എണ്ണം എന്നുള്ളതല്ല, പക്ഷെ ഞങ്ങൾ നിർണായകമായിരുന്നു വന്നു എന്നുള്ളത് വസ്തുതയാണ്. സിജോ വർഗീസ് വിവരങ്ങളുമായി ചേർന്നു. സിജോ, ഈ ഇന്നലത്തെ ആ വീഡിയോയ്ക്കെതിരെ വലിയ ട്രോളുകൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ശൈലജ വിശദീകരിക്കുന്നത്? അജിംസ് LDFന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്കിടെയാണ് ശൈലജ ടീച്ചർ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി അല്പനേരം സംവദിച്ചത്. ഇതിനിടയിലുണ്ടായ സംസാര വിഷയങ്ങൾ അതാണ് പിന്നീട് വലിയ ട്രോളായി മാറുകയും ചെയ്തിരിക്കുന്നത്. അതായത് തൊഴിലുറപ്പ് നിയമം, ആ പദ്ധതിയെല്ലാം കൊണ്ടുവരുന്നത് UPA സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ കൂടിയും അത് ഇടതുപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPMന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പിന്തുണയുണ്ടായിരുന്നു. കോമൺ മിനിമം പ്രോഗ്രാം, ഈ പദ്ധതിയെല്ലാം കൊണ്ടുവരുന്നതും ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസായി 1000 രൂപ നൽകുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ അതിനിടയിൽ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇതാണ് പിന്നീട് വലിയ രീതിയിലുള്ളൊരു ട്രോളായി മാറുകയും ചെയ്തിരിക്കുന്നത്. അതിനാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഇന്ന് ടീച്ചർ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതായത് താൻ ഉദ്ദേശിച്ചത് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇത് ജനങ്ങളുടെ ക്ഷേമം മുന്നിൽ കണ്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി തന്നെയാണ്. അത്തരത്തിൽ ഒരു പദ്ധതി നടക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് തനിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് യുവ MLA-മാരടങ്ങുന്ന ഒരു സംഘമാണ്. അവർ ഗുണ്ടകളെ പോലെ പെരുമാറുന്നു എന്നുള്ള രീതിയിലാണ് ശൈലജ ടീച്ചർ ഇക്കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഫെസ്റ്റിവൽ ഇല്ലാത്ത സ്ഥലം, ഓണം ഉള്ള അതുകൊണ്ടാണ് കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1000 രൂപ കൊടുക്കുന്നത്. ഓണമില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആഘോഷങ്ങൾ ഉള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുന്നില്ല എന്ന ചോദ്യം കൂടി ടീച്ചർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്വന്തം നേതാക്കളെ വരെ അപമാനിക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് സൈബർ സംഘങ്ങളെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. സച്ചിദാനന്ദൻ മാഷിനെതിരെ വരെ ഇത്തരത്തിൽ മ്ലേച്ഛമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത്തരം കീഴ്വഴക്കങ്ങൾ ശരിയല്ല, അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് കൂടി ടീച്ചർ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ലിജോ. കവി സച്ചിദാനന്ദനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ CPM നേതാവ് കെ ശൈലജ, മ്ലേച്ഛമായ ഭാഷയാണ് സച്ചിദാനന്ദനെതിരെ ഉപയോഗിക്കുന്നത്. കേരളത്തിന്റെ സമ്പൂർണ്ണ വികസനത്തിന് LDFന് തുടർഭരണം വേണമെന്നും ശൈലജ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കരുത്. അതേ ഒരു ഉയർന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു സാഹിത്യകാരനാണ്. ചിലപ്പോൾ വൈകാരികമായിട്ടാണ് സാഹിത്യകാരന്മാരൊക്കെ ഇത്തരം കാര്യത്തിൽ പ്രതികരിക്കുക. ഞങ്ങളതിൽ പറയുന്നത് പ്രായോഗികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പിന്നീട് അശോകൻ ചെരുവിലൊക്കെ അദ്ദേഹത്തെ കാണാൻ പോയല്ലോ. അപ്പോൾ അദ്ദേഹം സാർ പറഞ്ഞത്, ഞാൻ അങ്ങനെ തെരഞ്ഞെടുപ്പൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, ഇടതുപക്ഷ സംഘടനാ ബലം ചോർന്നു പോകരുതെന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത്, മൂന്നാമത് ഇടതുപക്ഷം വന്നില്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? മാത്രമല്ല, മൂന്നാമതും ഇടതുപക്ഷം വന്നിട്ടില്ലെങ്കിൽ ആരാ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക?